ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ടും ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും കുറച്ച് ദിവസങ്ങളായി. കാരണം എൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു ഒന്ന് മറിഞ്ഞു വീണതാണ്. അപ്പോൾ അത് കാരണം എൻ്റെ പെടലിക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം എനിക്കങ്ങനെ വീഡിയോസ് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് മാത്രമല്ല, ഞാൻ പൂർണ്ണമായ റെസ്റ്റിലാണ്. എനിക്ക് അങ്ങനെ ഒന്നും, ഞാൻ അടുക്കളയിലായാലും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഞാൻ പൂർണ്ണമായ റെസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനൊന്നും ഇല്ല താനും. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് എല്ലാം ഒഴിവാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന്. എന്നാൽ മൊത്തവും ഞാൻ കവർ ചെയ്യാൻ കാരണം ഞാനെല്ലാം ഫുള്ള് ജോലികളെല്ലാം ഇന്ന് ചെയ്യുന്നത്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടുന്നും ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന് അടുക്കളയിൽ കയറിയ ആളാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മിയതായാലും മീൻ കണ്ടിച്ചായാലും എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എളുപ്പമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്ത് വെളിയിൽ വെക്കാനുള്ള ഐറ്റംസ് എല്ലാം വെളിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ അരി അടപ്പയിട്ടു. അരിയുടെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സാമ്പാറിന് അരിഞ്ഞ് ഒരു സാമ്പാർ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിന് അരിഞ്ഞ് റെഡിയാക്കി അടപ്പിലേക്ക് വെക്കുന്ന ടൈമിൽ കൊണ്ട് കുറച്ച് ബീൻസും കൂടി അരിഞ്ഞ് അതും കൂടി നമുക്ക് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ മോന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകേണ്ടത് കൊണ്ടാണ് രാവിലെ എഴുന്നേറ്റെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞാണ് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നത്, ഇന്ന് അവിടുത്തെ ഉച്ചഭക്ഷണം ഇന്ന് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് മെസ്സേജ് വന്നു. അപ്പോൾ പിന്നെ അവൻ ചോറ് കൊണ്ടുപോകാതെ അവിടുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാനെല്ലാം റെഡിയാക്കി വെച്ചെങ്കിലും ആൾ കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മീൻകറിയും സെറ്റാക്കി ഞാൻ. അതുപോലെ മീൻകറി അമ്മ അവിടെ വെച്ചിട്ടുണ്ട്. മീൻകറിയും വെച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം അതൊന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ മീൻകറി വെച്ചു. അതുപോലെ ബീൻസിൻ്റെ തോരനും സാമ്പാറും ഞാൻ വെച്ചപ്പോൾ ഞാനത് മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ദോശയ്ക്കുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ദോശമാവെടുത്ത് നമുക്ക് കുറച്ച് ദോശ ഇടാം. അപ്പം ഞാൻ 2 ദോശ ചുട്ടിട്ടുള്ളൂ, ബാക്കി ഫുൾ അമ്മ ചുട്ടതാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് മുഖം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് അടുക്കള കയറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്കും കുട്ടികൾ 2 പേരും എഴുന്നേറ്റു. അവർ റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ദോശയും ചുട്ടെടുത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദോശയെ ചുട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴുത്തിന് ഇപ്പോൾ കുറച്ച് ദിവസമായി ബെൽറ്റ് ഇട്ടിട്ട് ഒരാഴ്ചയായി. ഇനി ഒരാഴ്ചയും കൂടി എൻ്റെ കഴുത്തിൽ ബെൽറ്റ് വേണം. അതിനുശേഷം ഊരി മാറ്റിയിട്ട് ലോങ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂൾ തുറക്കുന്ന ഡേ ആയിട്ട് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് രാവിലെ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറിയത്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കാരണം, സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതും അതുപോലെ ജോലി ചെയ്യുന്നതൊക്കെ ഇച്ചിരി പാടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ദിവസമായില്ലേ രാവിലെ എഴുന്നേൽക്കുന്നതും ഒരു ജോലികളെല്ലാം ഷടപടാ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇനി ആ ഒരു ട്രാക്കിലേക്ക് വരണം. അപ്പോൾ രാവിലെ ദോശയൊക്കെ ചുട്ട് 2 പേർക്കും കൊടുത്തു. ഉണ്ണിക്കുട്ടൻ ഇന്ന് വാരി കൊടുക്കണമെന്ന് പറഞ്ഞ കാരണം ഞാൻ ഇരുന്ന് വാരി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ വാരി കൊടുത്ത് 2 പേരും പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പുതിയ ഉടുപ്പൊന്നും ഞാനങ്ങനെ മേടിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് തന്നെയാണ് അവരിട്ടുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ വിച്ചു സ്കൂളിൽ പോയി. പിന്നെ ശേഷം ഉണ്ണിയുടെ വണ്ടി വന്നു. ഉണ്ണിയും സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. കുറച്ച് നാളിന് ശേഷമുള്ള വീഡിയോ എടുപ്പായതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും സംസാരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നികത്തി ഞാൻ മുമ്പോട്ട് വരും. നല്ല അടിപൊളിയായിട്ട് ഞാൻ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ
ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതൊക്കെ എന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കഴുത്തെല്ലാം ഒന്ന് റെഡിയായി ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി സ്കൂളിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സ്കൂളിൽ കുട്ടികളുമായിട്ടുള്ള ഒരു ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോവാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ എടുത്തിരുന്നേനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ഉച്ചവരെ ഉള്ളൂ ക്ലാസ്. ഉച്ചയ്ക്ക് ഒരു മണി 1:30 ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.